കിച്ചണിൽ ചപ്പാത്തിക്ക് വേണ്ടി പൊരിഞ്ഞടി. അവിടെ ജാസ്മിൻ ജയിലിൽ പോയ സമയത്താണ് ഗബ്രി വഴക്കാരംഭിച്ചത്. ജാസ്മിനെ ജയിലിലേക്ക് വിട്ട നടപടി അത് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെതിരെ എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് ഗബ്രി കൽപ്പിച്ചു കൂട്ടി ചെയ്ത പണിയാണ് ഈ ചപ്പാത്തി പ്രശ്നം. ജാസ്മിനെ ജയിലിലേക്ക് എല്ലാവരും പറഞ്ഞുവിടുന്നതിന് കാരണക്കാരി അൻസിബയാണ്. അപ്പോൾ അൻസിബയ്ക്കിട്ടുള്ള ഒരു പണി എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗബ്രി അവിടെ ചെയ്തത്. മറ്റൊന്നുമല്ല, ചപ്പാത്തി ഉണ്ടാക്കാണ് അവിടെ കിച്ചണിൽ. ആ സമയത്ത് ഗബ്രി അവിടെ ഇരുന്ന് ആവശ്യപ്പെടാണ്, എനിക്കൊരു ചപ്പാത്തി എക്സ്ട്രാ വേണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഒരു ചപ്പാത്തി എനിക്ക് എക്സ്ട്രാ വേണമെന്ന് ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അവിടെ അൻസിബയുടെ അടുത്ത് ചോദിക്കുന്നത്. അൻസിബ പറഞ്ഞു, പറ്റില്ല, എനിക്ക് തരാൻ പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ എന്നെ അടുത്ത ആഴ്ച ജയിലിലേക്ക് വിട്ടോ എന്നുള്ള രീതിയിൽ അൻസിബ അവിടെ മറുപടി പറഞ്ഞു. അതിൽ പിന്നെ പിടിച്ചു ഗബ്രി. ഞാൻ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര വിഷയമായിരുന്നു, ഭയങ്കരമായിട്ട് എന്നെ കുറ്റപ്പെടുത്തലായിരുന്നു, ഭക്ഷണം കൊടുക്കാത്തവനെന്ന് വിളിക്കലായിരുന്നു, ഇപ്പാർക്കും ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗബ്രി അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഗബ്രിക്ക് അറിയാം അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പ്രശ്നമാകുമെന്ന് ഗബ്രിക്ക് അറിയാം. മനഃപൂർവ്വം അവിടെ ജാസ്മിന് ജയിലിൽ വിട്ടതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജാസ്മിന് ചപ്പാത്തി അവർ ഓൾറെഡി ഉണ്ടാക്കേണ്ടതല്ലേ, അപ്പൊ അതിനു വേണ്ടി ജാസ്മിന്റെ ചപ്പാത്തി എനിക്കിരിക്കട്ടെ എന്ന് കരുതിയോ അല്ലെങ്കിൽ അവിടെ അൻസിബയെ ട്രിഗർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം വെച്ചുമാണ് ചോദിച്ചത്, എനിക്ക് നന്നായി വിശക്കുന്നു, ഒരു ചപ്പാത്തി എക്സ്ട്രാ വേണമെന്ന്. അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ചപ്പാത്തി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ അതുപോലെ ഉണ്ടാക്കേണ്ടി വരില്ലേ? അവിടെ ഒരു റൂളുണ്ട്, എല്ലാവർക്കും തുല്യമായി കൊടുക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് മാത്രം വേണം എന്ന് പറയുന്നതിനോട് അവിടെ ശരിയാവുന്ന കാര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. പക്ഷെ ഗബ്രി അവിടെ പിന്നീട് അതൊരു ഭയങ്കര സംഭവമാക്കി മാറ്റി. അവിടെ വലിയ വഴക്കിലെത്തി. അബിയാണ് അവിടെ പിന്നെ നന്നായിട്ട് മറുപടി ഗബ്രിക്ക് കൊടുത്തത്. കിച്ചണിൽ നിന്ന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല, ഇവിടുന്ന് മാറി നിന്ന് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി അബിയാണ്. ആ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാൻ, നീ ആരാടാ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ ഗബ്രി അവിടെ സംസാരിച്ച സമയത്ത് അബി നല്ലൊരു മറുപടി കൊടുത്ത്, ജാസ്മിന്റെ സാരി തുമ്പ് പിടിച്ച് നടക്കുന്ന ആളങ്ങോട് പൊക്കോ എന്ന് തന്നെ പറഞ്ഞു. ജാസ്മിന്റെ സാരി തുമ്പ് എന്ന് തന്നെ അബി പറഞ്ഞു. എല്ലാവരും അബി ആ വേടിനെയാണ് അവിടെ കുറ്റപ്പെടുത്തിയത്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഗബ്രി അവിടെ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു സീനാണ് അതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടോ അതോ മനസ്സിലാവാഞ്ഞിട്ടോ ആണെന്നറിയില്ല. ആരും അതിൽ ഇടപെടുന്നത് കണ്ടില്ല. എല്ലാവരും അൻസിബയ്ക്ക് ഇത്തിരി കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുത്തത് കൊണ്ടുള്ള വിഷമാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്, നീ അത് വിട് എന്നുള്ള രീതിയിൽ ഗബ്രിയെ ആശ്വസിപ്പിക്കുന്നതാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ അടുത്ത് വഴക്കിടാനായിട്ട് അവിടെ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനെ എതിർക്കാമായിരുന്നു. ഗബ്രി എല്ലാവർക്കും തുല്യമായിട്ട് തരാൻ പറ്റുള്ളൂ, അൻസിബയുടെ ഒറ്റയ്ക്ക് നിന്നാണ് പണിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ ചോദിക്കായിരുന്നു. പിന്നെ ഭക്ഷണത്തിന്റെ വിഷയമായതുകൊണ്ട് എല്ലാവർക്കും എതിർത്ത് പറയാനുള്ള ഒരു മടിയും കാണുമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ എന്തായാലും ഗബ്രി ഒരു വലിയൊരു വഴക്ക് കിച്ചണിൽ മനഃപൂർവ്വം സൃഷ്ടിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്.